അപ്പൊ വീണ്ടും ഒരു നോമ്പുകാലം വരാൻ പോവാണല്ലേ. അപ്പൊ നോമ്പായി തുടങ്ങുമ്പോഴേ നമ്മളടുത്ത് PCOD പേഷ്യൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എനിക്ക് PCOD ഉള്ളതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് PCOD പേഷ്യൻസിന് നോമ്പ് തുറക്കാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പൊ PCOD ഉള്ള പേഷ്യൻസിന് നോമ്പ് നോക്കാൻ പറ്റും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിന് എണീക്കുമ്പോഴും നല്ല വെള്ളം കുടിക്കുക. ഇതുമൂലം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും അത്താഴത്തിന്റെ ടൈമിലാണെങ്കിലും നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് നിങ്ങൾ എപ്പോഴും കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക, ഒരിക്കലും ജ്യൂസായി കുടിക്കരുത്. ഇനിയിപ്പോൾ മധുരം ഇടാതെ ആണെങ്കിൽ പോലും ജ്യൂസ് ആയിട്ട് കുടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ ഇൻസുലിൻ ഇംബാലൻസ് ഉണ്ടാവാനും അതുമൂലം PCOD സിംറ്റംസ് കൂടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ നമുക്കറിയാം നോമ്പുകാലായ ഏറ്റവും കൂടുതൽ കടകളിൽ കാണുന്നതാണ് പൊരിച്ച കടികൾ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ. അത് മാക്സിമം ഒഴിവാക്കുക, കഴിക്കാതിരിക്കുക. പിന്നീട് പറയുന്നതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ്. അതായത് ഇപ്പോൾ പത്തിരിയൊക്കെ നമ്മുടെ നോമ്പിന്റെ ടൈമിൽ കൂടുതലായിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്, അതൊക്കെ ഒഴിവാക്കുക. ചോറ് ഒഴിവാക്കുക. ഇതിന് പകരമായിട്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. നട്ട്സ് അതുപോലെ സീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മാത്രമല്ല നോമ്പിന്റെ ടൈമിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മൈൽഡ് ആയിട്ട് നിങ്ങൾ ക്ഷീണിക്കാത്ത തരത്തിലുള്ള എക്സസൈസും ചെയ്യുന്നത് വളരെ നല്ലതാണ്.